ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. കുക്കറിൽ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും ഫോളോ ആക്കാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇതാ ഒരു 6 പീസോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി. കുരുമുളക് പൊടിൻ്റെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതാ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല പുളിപ്പില്ല തൈര് ഒരു 3 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി ഇല്ലാത്തതാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 3 ടീസ്പൂണ് തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിപ്പം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ മതി കേട്ടോ, അതിന് കൂടുതലൊന്നും വേണ്ട. എല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ അതെല്ലാം ഒന്ന് മെൽട്ടായിട്ട് വരുമ്പം ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഗ്രാമ്പു, ഏലക്ക, പട്ട, ബേ ലീഫ് അങ്ങനെയുള്ള സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 30 സെക്കൻഡോളം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി സ്ലൈസ് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് വാടി വരണം. ഒന്ന് വാടി വരുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ ഇതാ ഞാനൊരു 6 പച്ചമുളകോളം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം പേസ്റ്റ് ആക്കണ്ട, ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പം ഇതുപോലെ നല്ല പഴുത്ത 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ തക്കാളി നല്ലോണം ഒന്ന് കുക്കായിട്ട് വരണം. അതുവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇതാ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് മല്ലിയിലയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലോണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതാ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്നെങ്കിൽ വിനീഗർ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പകുതി നാരങ്ങയുടെ നീരെടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് വെള്ളം മതി. ഞാനിപ്പം 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം എത്രയാണോ നിങ്ങൾ അരി എടുക്കുന്നത് അതേ സെയിം കപ്പിൽ തന്നെ വെള്ളം എടുക്കാൻ നോക്കുക. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ വെള്ളം ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതുവരെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കുക. പിന്നെ ഈ സമയത്ത് ഉപ്പെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരത്തെ കഴുകി വെച്ച അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നേരത്തെ കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ബിരിയാണി വെക്കാൻ യൂസ് ചെയ്യുന്ന അരി തന്നെയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അരി നല്ലോണം ഒന്ന് മുങ്ങുന്ന വിധത്തിൽ വേണം വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പം വെള്ളമാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. പിന്നെ വിസിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓഫാക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് വരെ അത് ഓപ്പൺ ആക്കണ്ട. അത് അങ്ങനെ തന്നെ ആ പ്രഷറിൽ നമ്മുടെ ചിക്കനും റൈസും എല്ലാം നല്ലോണം കുക്കായി കിട്ടും. അപ്പോൾ ആദ്യം ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തിക്കുക. എന്നിട്ട് പിന്നെ 20 മിനിറ്റ് അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമ്മൾ റൈസും ചിക്കനും എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ആദ്യം ഒരു വിസിലിടുക, പിന്നെ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എപ്പോഴേക്കും അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഇതുപോലെ നല്ലോണം കറക്റ്റ് കുക്കായിട്ട്
നമ്മുടെ റൈസും ചിക്കനും എല്ലാം നല്ലോണം കറക്റ്റ് കുക്കായിട്ട് തന്നെ വരും. അപ്പോൾ ഇതാ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറെല്ലാം നല്ല എന്താ പറയുക, ഒന്നിനൊന്ന് ഒട്ടാതെ നല്ല വിട്ട് വിട്ട് നിൽക്കുന്ന റൈസായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് സെർവ് ചെയ്യല. പിന്നെ ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ റെഡിയാക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും ഫോളോ ആക്കാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും.